രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ രാഷ്ട്രപിതാവിന്റെ സമാധി അവിടെ പുഷ്പാർച്ചന നടത്താൻ എത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധി ഘട്ടത്തിൽ അവിടെ രാജ്ഘട്ടിൽ ദ്രൗപദി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തുകയാണ്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ സമാധി ദിനത്തിൽ രാജ്യം അനുസ്മരിക്കുന്നു രാഷ്ട്രപിതാവിനെ. രാഷ്ട്രപതി അവിടെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപിതാവിൻ്റെ സമാധി ഘട്ടത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തുന്നു. 1948 ജനുവരി 30 സമാധിയായ രാഷ്ട്രപതിയുടെ ഓർമ്മയിൽ രാജ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായും ബഹുമതികളോടെ അനുസ്മരിക്കുന്നു രാജ്യം മുഴുവൻ മഹാത്മാഗാന്ധിയെ. നേരത്തെ തൊട്ടു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ പിന്നിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും JP നദ്ദ ഉൾപ്പെടെയുള്ളവരെ നമുക്കവിടെ കാണാം. രാഷ്ട്രപതിയെ സ്മരിക്കുകയാണ് രാജ്യം ഈ ദിവസം. ഗാന്ധി സ്മരണയിൽ രാജ്ഘട്ടിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, രാഷ്ട്രീയ നേതൃത്വമെല്ലാം അവിടെ പുഷ്പാർച്ചനയ്ക്കായി എത്തിയിട്ടുണ്ട്. രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മയിൽ മൗനാചരണം അവിടെ നടക്കുകയാണ് രാജ്ഘട്ടിൽ. മഹാത്മാഗാന്ധിയുടെ 76ാമത് ചരമദിനമാണ് ഇന്നത്തേത്. അദ്ദേഹം സമാധിയായി 76 വർഷങ്ങളാണ് ഇപ്പോൾ. ആ ഓർമ്മയിലാണ് ഇപ്പോൾ രാജ്യം.
1948 ജനുവരി 30-നാണ്, അതായത് സ്വാതന്ത്ര്യം കിട്ടി 5 മാസവും 15 ദിവസവും പിന്നിടുന്ന ദിവസമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേരെ നഥുറാം ഗോഡ്സെ വെടിയുതിർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം, അതിൻ്റെ 76ാമത്തെ വാർഷിക ദിനത്തിൽ രാജ്യം ഒന്നാകെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. തൊട്ടു മുമ്പ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി അവിടെ മൗനപ്രാർത്ഥന നടത്തുകയും ചെയ്തു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച എല്ലാവരെയും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തിയ ശേഷം രാഷ്ട്രപതിയെ അനുസ്മരിച്ചത്. അവരുടെ ത്യാഗം രാജ്യത്തിന് വലിയ ഊർജം നൽകുന്നു. രാജ്യത്തെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർ നൽകിയ ഊർജം ചെറുതല്ല എന്നും പ്രധാനമന്ത്രി തൊട്ടുമുമ്പ് അനുസ്മരിക്കുകയുണ്ടായി മഹാത്മാഗാന്ധിയെ പറ്റി. रघुपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन। ശരി, രാജ്ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു സമാധി രാജ്ഘട്ടിൽ. മറ്റേ